അങ്ങനെ ഏറെ വാദപ്രതിവാദങ്ങൾക്കും അതുപോലെ തർക്കത്തിനെല്ലാം ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, അതായത് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി മുൻ ട്രഷററും കാട്ടായിക്കോണം സ്വദേശിയുമായ VS ശ്യാമയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത തിരുവനന്തപുരം ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായ LS ലിജിവാണ് പുതിയ ജില്ലാ സെക്രട്ടറി. സംസ്ഥാന സമിതിയിലെ മറ്റൊരു അംഗമായ SS നിതിനെ പുതിയ ട്രഷററായും ജില്ലാ സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഭാരവാഹികളായിരുന്ന സെക്രട്ടറി JS ഷിജുഖാനും പ്രസിഡന്റ് V അനൂപും തൽസ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള താല്പര്യം ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ നേതൃത്വത്തിലേക്ക് വഴി തുറന്നത്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെയാണ് സംഘടനാ തലത്തിലുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നാണ് മുൻ മേയർ, അതുപോലെ നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായ ആര്യ രാജേന്ദ്രനെ ഏത് വിധേനയും ജില്ലാ പ്രസിഡന്റാക്കാൻ CPM-ലെയും ഡിവൈഎഫ്ഐയിലെയും ഒരു വിഭാഗം വലിയ തരത്തിൽ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ വരികയും ചെയ്തു. അത് പിന്നീട് വലിയ തന്നെ തർക്കങ്ങളിലേക്ക് വഴിയെടുക്കുന്ന അല്ലെങ്കിൽ വഴിവെക്കുന്ന സാഹചര്യം വരെയുണ്ടായി. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ട ആര്യയെ സംഘടനാ തലത്തിൽ സജീവമാകുന്നതിൻ്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ടവർ ഈ നീക്കത്തിന് മുൻകൈയെടുത്തത്. എന്നാൽ സംഘടനയ്ക്കുള്ളിൽ പാർട്ടിയിലെ മറ്റൊരു ഭാഗത്തിനും ഇതിനെതിരെ കടുത്ത എതിർപ്പ് തന്നെ ഉയർന്നു വരികയും ചെയ്തു. എതിർപ്പ് ശക്തമായതോടെ ആര്യയെ പ്രസിഡന്റാക്കാനുള്ള നീക്കം പരാജയപ്പെടുകയും ചെയ്തു. നേതൃത്വ തർക്കം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ തർക്കപരിഹാരത്തിനായി മുതിർന്ന നേതാക്കൾക്ക് നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഡൽഹിയിലായിരുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തുകയും ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ചേർന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളുടെ നിർണായക യോഗത്തിലാണ് VS ശ്യാമയെ പ്രസിഡന്റും അതുപോലെ തന്നെ LS ലിജുവിനെ സെക്രട്ടറിയാക്കുന്ന ഔദ്യോഗിക പാനലിന് രൂപം നൽകിയത്. ഇതിനുശേഷം മുതിർന്ന CPM നേതാക്കളുമായി നടത്തിയ വിശദമായ ആശയവിനിമയങ്ങൾക്കും അതുപോലെ കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് അന്തിമ ഭാരവാഹി പട്ടികയ്ക്ക് പൂർണ്ണമായ അംഗീകാരം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സാഹചര്യത്തിൽ അന്ന് വലിയ വാർത്തകളാണ് ഉണ്ടായത്. അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി അല്ലെങ്കിൽ സ്ത്രീ മേയറാകുന്നു എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ അത് വലിയ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യമുണ്ടായി. അത് നാഷണൽ ചാനൽസ് അടക്കം വലിയ തരത്തിൽ വാർത്ത ചെയ്തു. എന്നാൽ ആ ഒരു മികച്ച തുടക്കം പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. പിന്നീട് ആര്യ രാജേന്ദ്രൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് ഉണ്ടായത്. അതിൽ ഈ പറഞ്ഞ ആറ്റുകാൽ പൊങ്കാല അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ആരോപണങ്ങൾ നേരിട്ടു. അതുപോലെ തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറി എന്ന ആനാവൂർ നാഗപ്പന് ആരെയൊക്കെ ജോലിക്കെടുക്കണം, അതായത് നഗരസഭയ്ക്ക് കീഴിൽ ആരെയൊക്കെ ജോലിക്കെടുക്കണം എന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അറിയിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്ന സാഹചര്യം, അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ആര്യയും ഭർത്താവ് സച്ചിനും കൂടി ഈ വാഹനത്തിൽ വരുമ്പോൾ യദുകൃഷ്ണൻ എന്ന KSRTC ഡ്രൈവറുമായി തർക്കമുണ്ടാകുന്നതും അത് പിന്നീട് യദുവിൻ്റെ ജോലി തന്നെ പോകുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചതും അത് വലിയ വാർത്ത പിന്നീട് ഉണ്ടാകുന്നു. അതിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. അതായത് KSRTC അവിടെ തന്നെ അതിൽ CCTV ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആ കാർഡ് കാണാതെ, അതായത് മെമ്മറി കാർഡ് കാണാതാകുന്നു. അങ്ങനെ തുടങ്ങി വലിയ 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 തർക്കങ്ങൾക്കെല്ലാം കാരണക്കാരായ ആര്യ രാജേന്ദ്രൻ പിന്നീട് മേയർ തെരഞ്ഞെടുപ്പിൽ പിന്നീട് മത്സരിച്ചിരുന്നില്ല. അതായത് കഴിഞ്ഞ തവണ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങാൻ കാരണക്കാരിയായത് ആര്യ രാജേന്ദ്രനാണെന്നുള്ള ചർച്ചകൾ പോലും അന്ന് വരുന്ന സാഹചര്യമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ CPM-ന് തിരുവനന്തപുരത്തെ സീറ്റ് നില മൊത്തത്തിൽ പരുങ്ങലിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതായത് കോർപ്പറേഷൻ കൈവിട്ടു പോയി എന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ അന്ന് കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന പല കൗൺസിലർമാരും ആര്യ രാജേന്ദ്രനെതിരെ പോസ്റ്റുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതായത് ആര്യയുടെ ധാർഷ്ട്യമാണ് അതിനെല്ലാം കാരണമെന്ന് പറയുന്ന കാര്യമുണ്ടായി. പിന്നീട് അതായത് ജനങ്ങളെ അടിമകളെ ട്രീറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള നേതാക്കളാണ് പാർട്ടിയുടെ ശാപമന്ത്രത്തിലുള്ള പോസ്റ്റുകൾ പോലും വരുന്ന സാഹചര്യം. പിന്നീട് അത് വിവാദമാകുമ്പോൾ പലരും മുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ആര്യയെ ഒരിടത്തും കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് ആര്യ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് വീണ്ടും ആര്യ രാജേന്ദ്രൻ സജീവമായി വരുന്നത്. എന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ദയനീയമായ പരാജയമാണ് CPM-ന് ഏറ്റുവാങ്ങേണ്ടത്. അത് നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ പ്രവർത്തിച്ചത്. എന്നാൽ ശിവൻകുട്ടിയുടെ തോൽവിക്ക് ശേഷം നടന്ന പാർട്ടി യോഗങ്ങളിൽ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അതായത് ഒരു വാർഡിൽ 1500ഓളം വോട്ട് കിട്ടുന്ന വാർഡിൽ ആര്യ രാജേന്ദ്രൻ പോയത് കൊണ്ട് മാത്രം 4 വോട്ടിൽ ഒതുങ്ങിപ്പോയി എന്നുള്ള ചർച്ചകളുണ്ടായി. പിന്നീട് അത് ആ കമ്മിറ്റിയിൽ പോലും വലിയ തർക്കങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. അങ്ങനെ ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അതായത് പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായി അവരെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായി ഏത് വിധേനയും ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരണമെന്ന് ചില നേതാക്കൾ തീരുമാനിക്കുന്നു. അതായത് CPM-ലെയും അതുപോലെ ഡിവൈഎഫ്ഐയിലും ചില നേതാക്കൾ തീരുമാനിക്കുന്നു. നമുക്കറിയാം, നിലവിൽ തന്നെ ഇവിടെ ശിവൻകുട്ടിയും അതുപോലെ VS ജോയും തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായി കൊണ്ടുവരണമെന്ന് ചിലർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. എന്നാൽ ആ പ്രവർത്തനം ഫലിച്ചില്ല എന്ന് മാത്രമല്ല, അത് വലിയ തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് ഗത്യന്തരമില്ലാതെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായ A റഹീമിനെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ആ വിളിച്ചു വരുത്തി A റഹീം വന്ന് പങ്കെടുത്തതിന് ശേഷമാണ് തർക്കങ്ങൾക്ക് അല്പമെങ്കിലും ശമനമുണ്ടാകുന്നത്. അങ്ങനെയാണ് ശ്യാമയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ആലോചിക്കണം, ആര്യ രാജേന്ദ്രന് വേണ്ടി കരുക്കൾ നിൽക്കാൻ നിരവധി പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരടക്കമുള്ളവർ ആര്യ രാജേന്ദ്രനെ തിരിയുന്ന സാഹചര്യമുണ്ടായി. ആര്യ രാജേന്ദ്രൻ വന്നാൽ ചിലപ്പോൾ പ്രവർത്തകരെല്ലാം കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന തർക്കങ്ങളുണ്ടായി. അതെല്ലാം ആര്യയ്ക്ക് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു. വലിയ തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഫോട്ടോയൊക്കെ അവർ പരസ്യമായി പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി, ആഘോഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ ഉള്ളിൽ നടന്നത് വലിയ തരത്തിലുള്ള തർക്കങ്ങളും ചരട് വലിയും വടംവലിയും ഒക്കെയാണ് നടന്നത്. അങ്ങനെ ആ തർക്കങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഒരു സമവായം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ശ്യാമയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. നമ്മളൊന്ന് ആലോചിക്കണം, ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് ഏറ്റവും അധികം കേട്ടിട്ടുള്ള കാര്യമെന്നത് ആര്യയ്ക്ക് ദാർഷ്ട്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അഹങ്കാരത്തോടെയാണ് ആര്യ പെരുമാറുന്നത് എന്നുള്ളതാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രിക്ക് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ നേതാവിന്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിക്ക്, ഒരു ജില്ലയുടെ തന്നെ മേയർക്ക് ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പലരും ഉയർത്തിയ വിമർശനം എന്നത്. അതായത് ജനങ്ങളെ അടിമകളായി ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് ആര്യ രാജേന്ദ്രന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം കേട്ടിട്ടുള്ള പരാതി എന്ന് പറഞ്ഞത്. അങ്ങനെ കാലങ്ങളോളം CPM-ന്റെ കൈവെള്ളയിലിരുന്ന കോർപ്പറേഷൻ്റെ ഒടുവിൽ BJPക്ക് താമരക്കുമ്പിളിൽ കൊണ്ടുകൊടുത്ത സാഹചര്യമാണ് ആര്യ രാജേന്ദ്രൻ്റെ പേരിലുണ്ടായ പ്രധാന ആരോപണം. അതായത് കാലങ്ങളോളം CPM വെച്ച് ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഒടുവിൽ അത് BJPക്ക് തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രന് കേട്ട ഏറ്റവും പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അങ്ങനെ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന 5 വർഷവും അഴിമതിയുടെ പെരുമഴയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് പിൻവാതിൽ നിയമനങ്ങൾ, അതുപോലെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട നടക്കാത്ത പൊങ്കാലയ്ക്ക് ഈ ബിരിയാണി കൊടുത്തു അല്ലെങ്കിൽ ചുടിലിറക്കിയെന്ന് പറഞ്ഞൊക്കെ തർക്കങ്ങളുണ്ടാകുകയും അതിൻ്റെ പേരിൽ ഫണ്ട് വകമാറ്റിയെന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റിയെന്നുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വലിയ തരത്തിൽ അന്ന് BJP സമര കോലാഹലങ്ങളാണ് അവിടെ നഗരസഭയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ പുതിയ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അതായത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ CPM അതിദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആലോചിക്കണം, കാലങ്ങളോളം CPM-ന്റെ കൈവെള്ളയിലിരുന്ന ഒരു നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മേയർ എന്ന ഒരാളുടെ ഒറ്റ ദാർഷ്ട്യം കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് കൈവിട്ടു പോയി എന്നുള്ളതാണ് CPM-ലെയും അതുപോലെ DYFI-യിലെ കണികളടക്കമുള്ളവർ പറഞ്ഞത്, നേതാക്കളും പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ പരസ്യമായി പ്രതികരിക്കുന്ന അവസ്ഥയുമുണ്ടായി. ഒടുവിൽ പലരും പോസ്റ്റൊക്കെ പിന്നീട് നീക്കം ചെയ്തുവെങ്കിൽ പോലും ഇതാണ് യാഥാർത്ഥ്യ കാര്യം. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ട ആര്യ രാജേന്ദ്രനെ പിന്നെ കാണുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ആര്യ രാജേന്ദ്രനാണ് പിന്നെ കാണുന്നത്. അതിനുശേഷം ഇലക്ഷൻ പ്രചരണത്തിനായി ശിവൻകുട്ടിക്കൊപ്പം ഉണ്ടായെങ്കിലും ശിവൻകുട്ടി ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ ജയിച്ചത് BJP ആണെന്ന് കൂടി പറയേണ്ടത്. കാരണം നിയമമണ്ഡലം BJP തിരിച്ചു പിടിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതിനുശേഷമുള്ള തർക്കങ്ങളിൽ ആദ്യം അവിടെ ഏരിയ കമ്മിറ്റി പോലും ചർച്ച വരുന്നത് BJP-യിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലെ ചില നേതാക്കൾ കാശി വാങ്ങി വോട്ട് മറിച്ചിന് തെളിവുണ്ട് എന്നുള്ളടക്കമുള്ള ചർച്ചകൾ വന്നു. അതിനുശേഷം ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ വന്ന കാരണമാണ് വോട്ടുകൾ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആര്യ രാജേന്ദ്രന് തിരിച്ചടിയുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം ശേഷമാണ് ഇപ്പോഴിതാ ചില നേതാക്കളുടെ അവരെല്ലാം കൂടി കൂട്ടുകൃഷിയിലൂടെ ഏത് വിധേനയും ആര്യ രാജേന്ദ്രനെ DYFI-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാക്കാമെന്ന് ചിലർ തീരുമാനിക്കുന്നത്. ആ തീരുമാനവും കഴിഞ്ഞ ദിവസം തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ഒടുവിൽ ശ്യാമ തിരുവനന്തപുരം DYFI-യുടെ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു.